ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലവേഴ്സാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സുകളും. ഫ്ലവേഴ്സ് തന്നെ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ടാണ് അത് പഠിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഇൻവിസിബിൾ റൗണ്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ബ്ലോസമിന് വരച്ച പോലത്തെ പെറ്റൽസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ നടുവിലായിട്ട് നമ്മൾ അറേബ്യൻ മെസ്സൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ചെറിയ ഡോട്ട്സ് ഇട്ടിട്ട് പിന്നെ വലിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പത്താമതായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുക ചെറിയൊരു റൗണ്ട് വരയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ വരച്ചിരിക്കുന്ന റൗണ്ടിനെയും കാട്ടി വലിയ റൗണ്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പെറ്റൽസ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. പെറ്റൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഫ്രിൽസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്കെയിൻ ചെയ്ത് എടുക്കുമായിരുന്നു ചെയ്തിരുന്നതല്ലേ. ഇവിടെ ചെയ്യുന്നത് കണ്ടോ, ആദ്യം തിൻ ലൈൻ പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ പ്രഷർ കൂട്ടി ഡാർക്കെയിൻ ചെയ്തെടുത്ത് പിന്നെ വീണ്ടും തിൻ ലൈൻ ചെയ്ത് കൊടുക്കുക. പ്രഷർ കുറച്ച് തിൻ ലൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം തിൻ ലൈൻ പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ പ്രഷർ കൂട്ടി പിന്നെ പ്രഷർ കുറച്ച് കൊടുക്കുക, അങ്ങനെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ടുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ചില്ലേ, അവിടെ ഒന്ന് ഷെയ്ഡും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തത് 11ാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സുവൾ വരച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ വൈൻസ് വരയ്ക്കില്ലേ, അതിൻ്റെ ലൈന് താഴെയുള്ള ലൈൻ ഒഴിവാക്കി അങ്ങനെ ഇരിക്കുമോ അതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ പെറ്റൽസാണ് ചെയ്തെടുക്കുന്നത്. എത്ര എണ്ണം നമ്മൾ ആ ഒരു വൈൻസ് പോലെ വരച്ചിരിക്കുന്നോ അതിൻ്റെ ഇടകളിലായിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. പെറ്റലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കാം. ഏതൊരു ഫ്ലവർ ആയാലും അതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്ത് കൊടുത്താൽ അതിന് കുറച്ചും കൂടി ഭംഗി കിട്ടും കേട്ടോ. ഇതളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡാർക്കെയിൻ ചെയ്തെടുക്കുന്നത്. പന്ത്രണ്ടാമതായി ഒരു സുവൾ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടിയർ ഡ്രോപ്സ് ചെയ്ത് കൊടുക്കുക. ടിയർ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ടിയർ ഡ്രോപ്സ് ചെയ്യുമ്പോൾ ഒരേ വീതിയിലും ഒരേ ലെങ്ത്തിലും പിന്നെ ഒരേ റൗണ്ട് ഷേപ്പില്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇനി 13ാമതായിട്ട് ചെയ്തെടുക്കുന്നത് ഒരു സൂൾ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ടഡ് സൂളാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറിയ ഡോട്ടഡ് സൂൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വലിയ പെറ്റൽ വരച്ചു കൊടുക്കുക. പക്ഷേ ആ ഡോട്ടഡ് സൂളിലും ഡോട്ടിലും ഒന്നും തട്ടാൻ പാടില്ല. കണ്ടോ, തട്ടാതെ വേണം ആ പെറ്റൽ വരച്ചെടുക്കാൻ. 5 പെറ്റലുകളാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ, മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 14ാമതായി നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സുവൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വൈൻസ് ആണ് ചെയ്തെടുക്കുന്നത്. വൈൻസ് വെച്ചിട്ടുള്ള ഫ്ലവർ കേട്ടോ.
നേരത്തെ ടിയർ ഡ്രോപ്സ് ചെയ്തതുപോലെ തന്നെയാണ് അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എല്ലാം കറക്റ്റായിട്ട് വരണം. ആ ഒരു റൗണ്ട് ഷേപ്പും കിട്ടണം കേട്ടോ. ഇനി 15ാമതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സോൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലീഫ് പോലെ കണ്ടോ, ലീഫിൻ്റെ അല്ലെങ്കിൽ ഒരു മിനാരങ്ങൾ പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഷെയ്ഡിങ് കൂടെ ചെയ്ത് കൊടുത്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിനും കൂടെ ചെയ്തെടുത്താൽ ഈ പൂവ് റെഡിയാവും കേട്ടോ. ഇനി അടുത്ത ഫ്ലവറും ഒരു സോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു ഇതുപോലത്തെ പെറ്റൽ വരയ്ക്കാൻ. ഒന്ന് വേവിയായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ നേരെ കൊണ്ടുപോവാം, അങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇനി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിനും കൂടെ ചെയ്ത് കൊടുക്കാം. പതിനേഴാമതായി നമ്മൾ ചെയ്തെടുക്കുന്നത് കുറച്ചധികം പെറ്റൽസ് ഉള്ള ഫ്ലവറാണ് കേട്ടോ. അതിനായിട്ട് ഒരു സോൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് 4ആക്കി അതിനെ പാർട്ടീഷൻ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ഇടകളിലായിട്ട് 2 ചെറിയ ഇതുപോലത്തെ ലൈൻസുകൾ വരച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പെറ്റൽസ് വരയ്ക്കാനുള്ള ഒരു ഇത് കിട്ടും കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പാർട്ടീഷനൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരേ വണ്ണത്തിലും ഒരേ നീളത്തിലൊക്കെ ഉള്ള പെറ്റൽസുകളും ഇതുപോലെ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുത്തതിൻ്റെ അവിടെ നിന്ന്, അതായത് സോളിൻ്റെ അവിടെ നിന്ന് പെറ്റലിലോട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി 18ാമതായിട്ട് ആദ്യം നമ്മളൊരു സോൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് പെറ്റൽസ് വരയ്ക്കുമ്പോൾ ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള പെറ്റൽസ് വരച്ചെടുക്കണം. എന്നിട്ട് ഈ പെറ്റൽസ് വരയ്ക്കുമ്പോൾ കുറച്ച് അകലം പാലിക്കണം കേട്ടോ. ഇതുപോലെ ഇത്രയും അകലം പാലിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലീഫിൻ്റെ പോലെ അല്ലെങ്കിൽ മിനാരങ്ങളുടെ ഒക്കെ ആ മോഡൽ പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു 2ആക്കി പാർട്ടീഷൻ ചെയ്ത ആ ഒരു ഭാഗം പോലെ ഇല്ലേ, അവിടെ ഒന്ന് മെഹന്തി ഫില്ല് ചെയ്തെടുക്കാം. ഇനി നല്ല രീതിയിൽ പ്രാക്ടീസായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയും പെറ്റൽസ് വരയ്ക്കാം കേട്ടോ ഈ ഫ്ലവറിന്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പ്രഷറിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു മുനമ്പില്ലേ അവിടെ എത്തുമ്പോൾ നല്ല പ്രഷർ കൂട്ടി ഒരു മിനാരം പോലെയുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.